നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കണ്ട ഫിലിപ്പീൻസുമായി ബന്ധപ്പെട്ട എപ്പിസോഡിൽ 12ാമത്തെ എപ്പിസോഡാണ് ഇത്. 11ാമത്തെ എപ്പിസോഡിൽ അവസാനിപ്പിച്ച ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നഗരപ്രദക്ഷിണത്തിന് വേണ്ടി ഇറങ്ങിയ ഞങ്ങൾ മണീലയുടെ പ്രധാനമായ നഗരത്തിലൂടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനം ഇനി ഒരു പാർക്കിലേക്കാണ്. റിസാൻ പാർക്ക് എന്നാണ് ആ പാർക്കിന്റെ പേര്. റിസാൻ അല്ലെങ്കിൽ ലുനെറ്റ് എന്ന പേരിലും ഈ പാർക്ക് അറിയപ്പെടുന്നുണ്ട്. മണീല എർമെറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രധാനമായ നഗര പാർക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 58 ഏക്കർ വിസ്തൃതിയുള്ള ഈ ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ നഗര പാർക്കുകൾ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്പാനിഷ് കോളനിയൻ കാലഘട്ടത്തിൽ ബംഗാവോ ബായൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മണീല ബേയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് ഫിലിപ്പീൻസിന്റെ ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 1896 ഡിസംബർ 30 ഇതേ പ്രദേശത്ത് വെച്ച് ഫിലിപ്പീനോ ദേശാഭിമാനി റോസ് റിസാലിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത്. അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്നത് സ്പെയിൻ ആയിരുന്നു. സ്പെയിൻ രാജ്യത്തിനെതിരായ 1896 ഫിലിപ്പൈൻ വിപ്ലവത്തിന്റെ തീജ്വാലകൾ ആളിക്കത്തിക്കുന്നതിൽ ദേശാഭിമാനിയായ റിസാൽ വളരെയധികം പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. നമ്മൾ ആ പാർക്കിൽ എത്തിക്കഴിഞ്ഞു. ജോസ് റിസാലിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്മാരകം പാർക്കിന്റെ പ്രതീകാത്മക കേന്ദ്ര ബിന്ദുവായി ഇന്ന് പ്രവർത്തിക്കുന്നു. 1946 ജൂൺ 24 ഇവിടെയാണ് ഫിലിപ്പീൻസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് അന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. മാത്രമല്ല, ഫിലിപ്പൈനുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമുഖ്യ പ്രധാന സംഭവങ്ങളും ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത് ഇന്നും. 1820 സ്പാനിഷ് ഭരണകാലത്ത് ബീച്ചിനോട് ചേർന്നുള്ള ഒരു ചതുപ്പ് നിലത്തിലെ മണീലയുടെ മതിലുകൾക്ക് തെക്ക് ഭാഗത്ത് പാസിയോ ഡി ലുനൈറ്റ് പൂർത്തിയാക്കുന്നതിനെയാണ് റിസാൽ പാർക്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ആ പാർക്കിന് മുൻപ് ഇത് ബാങ്കുംബായൻ എന്നൊരു ചെറിയ പട്ടണത്തിന്റെ പേരിലായിരുന്നു ഈ ചതുപ്പ് നിലങ്ങളെല്ലാം അറിയപ്പെട്ടിരുന്നത്. ഈ പട്ടണവും അതിലെ പള്ളികളും മതിലുകളാൽ ചുറ്റപ്പെട്ട നഗരത്തോട് ചേർന്ന് തന്ത്രപരമായി ഉപയോഗിച്ചിരുന്ന സ്പാനിഷ് ഗവൺമെന്റ് ബ്രിട്ടീഷുകാരുടെ ആക്രമണ സമയത്ത് മറവായി ബാഹ്യ ആക്രമണങ്ങളുടെ കാര്യത്തിൽ ഉടൻ തന്നെ ഇൻട്രാമൊസോറിനെ ചുറ്റിപ്പറ്റിയുള്ള സെറ്റിൽമെന്റുകൾ സൃഷ്ടിക്കുന്ന അപകടം സ്പാനിഷ് അധികാരികൾ മുൻകൂട്ടി കണ്ടു. എന്നിട്ടും ഈ ഗ്രാമങ്ങൾ നിലനിൽക്കണമെന്ന് പള്ളി ഉദ്യോഗസ്ഥർ വാദിച്ചിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശ സമയത്ത് അവർ വഹിച്ച പങ്ക് കാരണം 1762 മുതൽ 1764 വരെ വെറും 2 വർഷക്കാലമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഹ്രസ്വകാല ഭരണം. And then change starts from within. So everything would start after the Filipinos are able to go into government. But the people who are suffering at that time, who are immediately feeling the effect of oppression, decided to, strike immediately after he was killed. So the revolution is now. We cannot wait anymore. We have already suffered for 333 years. Enough is enough. ഞാൻ നേരത്തെ വിവരിച്ച വിവരങ്ങളെല്ലാം ഞങ്ങളുടെ ഗൈഡ് പൂർണ്ണ വിശദമായിട്ട് തന്നെ ഞങ്ങൾക്ക് വിവരിച്ചു തരുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കേൾപ്പിച്ചത്. 1823 മുതൽ 1897 വരെയുള്ള സ്പാനിഷ് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ, ഈ സ്ഥലം പരസ്യമായ വധശിക്ഷകൾക്ക് കുപ്രസിദ്ധമായി. സ്പെയിനിലെ 158 രാഷ്ട്രീയ ശത്രുക്കളെ ഈ പാർക്കിൽ വെച്ച് വധിച്ചിട്ടുണ്ട്. 1872 ഫെബ്രുവരി 17 3 ഫിലിപ്പീനോ പുരോഹിതന്മാരെ, അതായത് മരിയാനോ ഗോമസ്, ജോസ് ബർഗോസ്, ജിസ്റ്റോ സമോറോ എന്നിവരെ 1877 കാവിറ്റ് കലാപത്തിൽ അവർ അട്ടിമറിച്ചെന്ന് ആരോപിച്ച് അവരെ 3 വരെയും ഈ ഗ്രൗണ്ടിൽ വെച്ച് ഒരേ സമയം വധിച്ചു. 1902 മണീലയുടെ നഗര പദ്ധതി തയ്യാറാക്കാൻ ആർക്കിടെക്ട് വില്യം ഹോഡ്വാർഡിനെ നിയോഗിച്ചു. ബോർഹാമിന്റെ പദ്ധതി പ്രകാരം പാർക്കിൽ നിർമ്മിക്കുന്ന സർക്കാർ കെട്ടിടങ്ങളിൽ ഗ്രീക്കോ റോമൻ നിരകളിലുള്ള നിയോ ക്ലാസിക്കൽ കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കണമെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ് ക്യാപിറ്റൽ ഫിലിപ്പീൻസിന്റെ പതിപ്പായി വിഭാവനം ചെയ്ത ഒരു വലിയ ക്യാപിറ്റൽ കെട്ടിടവും അതിന് കേന്ദ്രബിന്ദുവായിട്ട് നിർമ്മിക്കണം എന്നും നിബന്ധനകൾ വെച്ചു. റിസാൽ പാർക്കിൽ, അതായത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാർക്കിൽ വധശിക്ഷയ്ക്ക് വിധേയനായ ഫിലിപ്പീനോ ദേശീയവാദിയായ ജോസ് റിസാലിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു സ്മാരകമാണ് റിസാൽ സ്മാരകം. ഇതിൽ ഒരു തലക്കെട്ട്, ഈ സ്മാരകത്തിൽ തലക്കെട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഗൈഡിംഗ് സ്റ്റാർ എന്നാണ്. ഈ സ്മാരകത്തിൽ റിസാലിന്റെ ഒരു വെങ്കല ശില്പം അടങ്ങിയ ഒരു സ്തൂപം ഒരു ശില അടിത്തറയിൽ സ്ഥാപിച്ചിരിക്കുന്നു.
അതിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2 പ്രശസ്ത നോവലുകളായ എൻ ഹെലിബെസ്റ്റോമോ, നോമി മി ടൈഗ്വാൺ എന്നിവയുമുണ്ട്. സ്മാരകത്തിന്റെ ചുറ്റളവ് ഫിലിപ്പൈൻ മറൈൻ കോർപ്പസിന്റെ മറൈൻ സെക്യൂരിറ്റിയും എസ്കോർട്ട് ഗ്രൂപ്പും തുടർച്ചയായി സംരക്ഷിക്കുന്നുണ്ട്. ഗാർഡ് മാറുന്നത് ദൈനംദിന ആചാരമായി മാറിയിട്ടുണ്ട്. പീഠത്തിന്റെ മുൻവശത്ത് ഒരു ഫലകം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: 1896 ഡിസംബർ 30-ന് ബാഗുംബായൻ ഫീൽഡിൽ വധിക്കപ്പെട്ട ദേശസ്നേഹിയും രക്തസാക്ഷിയുമായ റോസ് റിസാലിന്റെ സ്മരണയ്ക്കായി ഫിലിപ്പൈൻ ദ്വീപുകളിലെ ജനങ്ങൾ ഈ സ്മാരകം സമർപ്പിച്ചിരിക്കുന്നു. സ്പെയിനിലെ മാൻഡ്രിലിൽ ഈ റിസാൽ സ്മാരകത്തിന്റെ കൃത്യമായ ഒരു പകർപ്പ് നമുക്ക് അവിടെ കാണാം. ഈ സ്മാരകത്തിലെ ജോസ് റിസാലിന്റെ പ്രതിമയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളുടെ അർത്ഥത്തെ കുറിക്കുന്ന ഔദ്യോഗിക വിശദീകരണവും ആ സ്മാരകത്തിലുണ്ട്. ഒരു ഓവർകോട്ടിൽ റിസാലിനെ ഒരു പുസ്തകം പിടിച്ചിരിക്കുന്നതായിട്ടാണ് സ്മാരകം ചിത്രീകരിക്കുന്നത്. അതിൽ നോളി മീ ടോഗർ എന്ന് ആലേഖനവും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പുസ്തകത്തിന്റെ പ്രതീകമെന്ന നിലയിൽ പുസ്തകത്തിന്റെ സാധാരണ പ്രാതിനിധ്യത്തിന് വിരുദ്ധമാണ് ആ ലേഖനം. റിസാൽ തന്നെ രചിച്ച പുസ്തകമാണ് അത്. അതിനോടൊപ്പം തന്നെ മറ്റ് 3 നക്ഷത്രങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ലുസോൺ, വിസായസ്, മിഡാനോ എന്നിവയെ പ്രതികരിക്കുന്നതിനായി അത് ആ സ്റ്റാർ എന്ന് പറയപ്പെടുന്നു. സ്മാരകത്തിന്റെ വടക്ക് പടിഞ്ഞാറായി ഏകദേശം 100 മീറ്റർ അകലെ റിസാലിനെ വധിച്ച കൃത്യമായ സ്ഥലം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ ചിത്രീകരിക്കുന്ന വലിപ്പത്തിലുള്ള ഡയോറാമകൾ അടയാളപ്പെട്ടിട്ടുണ്ട്, അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സ്ഥലം കാണാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി പോകുന്നത്. Because it's intended to the family. And then we have a translation in English and Filipino right there. Yeah, so if the Filipinos would not have the best comprehension in Spanish, they can either choose from Spanish, English, or Filipino. Back in the day, Spanish. ടുനൈറ്റയിലെ ഏറ്റവും തിരിച്ചറിയാവുന്ന സ്മാരകമാണ് ആ ലാൻഡ്മാർക്കുകൾ. ജോസ് റിസയാൽ തന്റെ രാജ്യത്തിന് വേണ്ടി നടത്തിയ വീരകൃത്യങ്ങളെ അനുസ്മരിക്കുന്ന റിസാൽ സ്മാരകം ഫിലിപ്പീനോകൾക്ക് സുപ്രധാന ദേശീയ പൈതൃകത്തിന്റെ സൂചനയാണ്. വിശ്വവിഖ്യാതമായ ആ ശില്പങ്ങൾ കാണാൻ നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോകാം. The martyrdom of Dr. Jose Rizal. Please come in. 1896 ഡിസംബർ 30-ന് ബാങ്കോംബായിൽ വെച്ച് അദ്ദേഹത്തിനെ വധിക്കണം എന്നാണ് അന്നത്തെ ഭരണാധികാരികൾ സ്പെയിൻ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നത്. റിസാലിന് കനത്ത കാവൽ ഏർപ്പെടുത്തി. അതോടുകൂടി തന്നെ അതോടൊപ്പം തന്നെ സാന്റിയാഗോ പോർട്ടിൽ നിന്നും ബാങ്കോംബായിലേക്ക് നടക്കുമ്പോൾ ജെസ്യൂട്ട് അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനെ അദ്ദേഹത്തിന് വെടിവെച്ച് കൊള്ളാൻ വേണ്ടുന്ന ഒരു ടീം തന്നെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കറുത്ത കമ്പിളി സൂട്ടും ഒരു ഡെർബി തൊപ്പി മാത്രമാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്, നമ്മുടെ റിസാലിനെ ധരിക്കാൻ കൊടുത്തിരുന്നത്. റിസാലിന്റെ കൈകൾ പുറകിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. 1986 ഡിസംബർ 29 രാവിലെ 6 മണിക്ക് ക്യാപ്റ്റൻ റഫേൽ ഡൊമിൻസോ എത്തിച്ചേർന്നു. 7 മണിക്ക് ഫയറിംഗ് സ്ക്വാഡിന്റെ പിറകിൽ നിന്ന് വെടിയുതിർക്കുന്ന റിസാലിനെ വധശിക്ഷ വായിച്ച് കേൾപ്പിച്ചു. ബാങ്കുംബാലയിൽ രാവിലെ 7-ന് റിസാലിനെ ജയിൽ ചാപ്പിലേക്ക് മാറ്റി. അവിടെ ഫാദർ മിഗുവോൾ സോദയും ജെസ്യൂട്ട് അധ്യാപകനായ ഫാദർ ലൂയിസും അദ്ദേഹത്തെ സന്ദർശിച്ചു. യഥാർത്ഥ രക്തസാക്ഷി, അതായത് നമ്മുടെ റിസാൽ, മറ്റുള്ളവർ സംതൃപ്തരായിരിക്കുമ്പോൾ തന്നെ അനീതിക്ക് എതിരെ നീതിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഫിലിപ്പൈൻസിന് ഒരു ദേശീയ തത്വം രൂപപ്പെടുത്താൻ സാധിച്ചു. അത് ഏഷ്യയിൽ തന്നെ ഒരു പുതിയ ആശയമായിരുന്നു. പിന്നീട് കൊളോണിയൻ ഭരണത്തിന് കീഴിലായിരുന്നു ഫിലിപ്പൈൻസ്. തന്റെ മരണം വരെയും അദ്ദേഹം റിസാൽ തന്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ല, ആരെ വെടിവെച്ചെന്ന് അറിയാതിരിക്കാൻ വേണ്ടി. 10 പേരെ വെടിവെക്കുമ്പോൾ 6 വെടിയെ കൊണ്ടെന്ന് ആകാതിരിക്കാൻ വേണ്ടി. അല്ല, ഒരാൾക്ക് മാത്രം ഒരു കുറ്റബോധം ഉണ്ടാകത്തില്ല, ഞാനാ കൊന്നതെന്ന്. അദ്ദേഹത്തിനെ കൊല ചെയ്യപ്പെട്ട, അദ്ദേഹത്തിനെ കൊന്ന, അല്ലെ അദ്ദേഹം വെടിവെച്ച് കൊന്ന ആ ദിനം വെറും ഒരു ചരിത്ര സ്മാരക ദിനമായിട്ടല്ല ഫിലിപ്പൈൻസിൽ തോന്നുന്നത്, ഫിലിപ്പൈൻസ് വിശ്വസിക്കുന്നതും. ഡോക്ടർ ജോസ് റിസാൽ ഫിലിപ്പീനോകൾക്ക് വിട്ടുകൊടുത്ത രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും മറ്റ് പൈതൃകങ്ങളുടെയും ആഘോഷം കൂടിയാണ്. 1896 ഡിസംബർ 30-ന് രാവിലെ 7 മണിക്ക് ബാഗുംബാലയിൽ ഫയറിംഗ് സ്ക്വാഡിനാൽ
വധിക്കപ്പെട്ട നിസാറിന്റെ അവസാന വാക്കുകളായിരുന്നു കൺസമറ്റം എസ്റ്റ്, അതായത് ഇത് പൂർത്തിയായി. അതിശയിപ്പിക്കുന്ന മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.